അല്ലാഹുവിന്റെ കോടതിയിൽ നാം ഈ കഴിച്ചുപോയ പത്തിരിയെ കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും ഉമറേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അടുത്തിരിക്കുന്ന ഈന്തപ്പനക്കൊലയെടുത്ത് തറയിലിടിച്ചിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ പട്ടിണിയായിരുന്നു നബിയേ, എത്രയോ ദിവസം കൊണ്ട് വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ പട്ടിണി കിടന്നവരാണ്. ഇപ്പൊ വിശപ്പ് തീരാൻ വേണ്ടി കിട്ടിയ 2 പത്തിരിക്ക് പകരം അല്ലാഹു നാളെ പരലോകത്ത് എന്തിനാണത് കഴിച്ചത്, അത് കഴിച്ചിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം വരുമെന്ന് പറയുമ്പോ പേടിയാകുന്നല്ലോ നബിയേ. മഹാനായ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയാണ്, 3 കാര്യങ്ങളല്ലാതെ 3 കാര്യങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾ കടന്നുപോയാൽ അല്ലാഹുവിന്റെ ലോകത്ത് നിങ്ങളെ പിടിച്ചു നിർത്തുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതിൽ ഒന്നെന്താണ്? സൗബുൻ യസ്തുറു ബിഹി, നിങ്ങളുടെ ശരീരത്തിന്റെ ഔറത്ത് മറക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം, അതൊന്ന് അലക്കിയിട്ട് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ ധരിക്കാൻ പറ്റുന്ന മറ്റൊരു വസ്ത്രം. നിങ്ങളുടെ ഭാര്യക്കും അങ്ങനെ തന്നെ, നിങ്ങളുടെ മക്കൾക്കും അങ്ങനെ തന്നെ. അതിനപ്പുറം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ പരലോകത്ത് ചോദിക്കുമെന്ന് മഹാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണയുടെ ഭയപ്പാടിന്റെ തീക്കട്ടകൾ സഹാബത്തിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇട്ടുകൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അത്ഭുതപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറയുകയാണ്, നിന്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിനപ്പുറം അധികമായി കഴിക്കുന്ന സർവ്വ ഭക്ഷണത്തിനും അല്ലാഹുവിന്റെ ലോകത്ത് കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തളർന്നിരിക്കുകയാണ്. മൂന്നാമത് മുത്തുനബി തങ്ങൾ പറയുന്നു, ഉമറേ, തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു കുഞ്ഞു വീട്, തണുപ്പിൽ നിന്നും ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള മാന്യമായ ഒരു വീടിനപ്പുറം നിങ്ങൾ എത്ര മാളികാ സൗധങ്ങൾ കെട്ടി ഉയർത്തുന്നുവോ അതിനൊക്കെ നിങ്ങൾ പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശപ്പ് മാറിയ സന്തോഷം കൊണ്ട് ഇറങ്ങി വരേണ്ട ഉമർ റളിയല്ലാഹു അൻഹു ആ സഹാബിയുടെ വീട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. നമുക്ക് അല്ലാഹു തന്ന വീടിന്റെ വില നമുക്കറിയുമോ? നമുക്ക് അല്ലാഹു തന്ന ഭവനത്തിന്റെ വില നമുക്കറിയുമോ? കുഞ്ഞിപ്പള്ളിയിലും മാഹിയിലും തലശ്ശേരിയിലുമല്ല കരുണക്കുമ്പോ നമ്മളത് കാണുന്നില്ലല്ലോ. കാരണമെന്തേ? അല്ലാഹുവേ, നമ്മൾ ഇറങ്ങി വന്നത് വീടിന്റെ ഉമ്മറത്തെ കാർഷെഡിന്റെ അകത്ത് നിന്നാണ്, സുന്ദരമായ സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ സുഖലോലുപതയിൽ നിന്നാണ്. പാവങ്ങളെ കാണാനുള്ള കണ്ണിൽ കുരുട് ബാധിച്ചു പോയ ആധുനിക കാലഘട്ടത്തിലെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന വീടുണ്ടല്ലോ, അതൊരു വലിയ അനുഗ്രഹമാണ്. മഞ്ഞുകട്ട പെയ്തിറങ്ങുമ്പോ പേമാരി പകർത്ത് തിമിർക്കുന്നോ അതിൽ നിന്ന് രക്ഷ നേടാ എനിക്കും അല്ലാഹു ഒരു വീട് തന്നല്ലോ. കുഞ്ഞിപ്പള്ളിയുടെ പരിസരത്ത്, തലശ്ശേരിയുടെ ഓരത്ത്, നാദാപുരത്തിന്റെ ഭാഗത്ത്, പാനൂരിന്റെ ചുറ്റുവട്ടത്ത് എനിക്കും താമസിക്കാൻ അല്ലാഹു ഒരു വീട് തന്നല്ലോ. അത് ചെറുതാകട്ടെ, ഓടിട്ടതാകട്ടെ, ഓലമേഞ്ഞതാകട്ടെ, വാർത്തതാകട്ടെ, 1 നിലയാകട്ടെ, 2 നിലയാകട്ടെ, അത് പടച്ചവൻ തന്ന നിഅമത്താണെന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉം മിനസ് സആദാ, ദുനിയാവിൽ 4 കാര്യം അല്ലാഹു ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യം അല്ലാഹു ഭൗതിക ലോകത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അവര് വിജയിച്ചു, ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ടെന്ന്. 1, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യ. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കൈയെടുത്ത് ഉയർത്തിയാൽ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല, മുട്ടുകയറ്റി ഇടിക്കും. ഇന്ന് ഭാര്യമാരൊക്കെ കരോട്ടം കളരിയാ, പണ്ടത്തെ പോലല്ല. എന്നോടൊരു സഹോദരൻ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചതാണ്, ഉസ്താദെ, നിങ്ങളുടെ പണ്ടത്തെ പ്രസംഗം ജീവിത വിജയത്തിനൊരു സൽസരണി എന്ന പ്രസംഗം കേട്ടിട്ട് ഏറ്റവും പാവപ്പെട്ട ചെറിയ കുടിലിൽ നിന്നൊരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ജീവിതത്തിൽ ആദ്യമായി 2 ദിവസം മുമ്പ് അവളെ എനിക്കൊന്ന് ഉപദ്രവിക്കേണ്ടി വന്നു. ആ ഓർമ്മ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ആകെ പ്രശ്നമായി. അവള് ചിരവെടുത്തടിക്കുന്നു, പാത്രം എടുത്തെറിയണു, ആകെ ബഹളമായി, എന്റെ കണ്ണൊക്കെ പൊട്ടി, ഞാൻ ഹോസ്പിറ്റലിലാണ്.
അതുകൊണ്ട് സഹോദരിമാരെ, അള്ളാന്റെ റസൂൽ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, സ്ത്രീകളെ, ഭാര്യമാരായ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന്. അപ്പൊ നിങ്ങൾ പറയും ഒരുപാട് ഫെമിനിസ്റ്റുകളൊക്കെ വന്നപ്പോൾ ഉസ്താദൊക്കെ ഞങ്ങളെ ഭയങ്കര ബഹുമാനമായി, പണ്ട് ഇങ്ങനെയൊന്നും അല്ല ഉസ്താദ് വാത് പറഞ്ഞെന്നൊക്കെ പറയും. കാര്യം പറയാനുള്ളത് പറയും, പക്ഷെ ഇത് വിഷയത്തിന്റെ ഇടയിലൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. മാഹിയാവുമ്പോ അതൊക്കെ പറയണല്ലോ. അപ്പോ ഒന്ന് സ്വാലിഹത്തായ ഭാര്യയുണ്ടെങ്കിൽ 4 കാര്യത്തിൽ ഒന്ന് മാത്രം ഉണ്ടായി വിജയിക്കൂല, 4 ഉണ്ടാവണം. ഒന്ന് സ്വാലിഹത്തായ ഭാര്യ. സ്വാലിഹത്തായ ഭാര്യ ഉണ്ടെങ്കിൽ എന്തൊരു തൃപ്തിയാണ് ജീവിതത്തിൽ. അൽഹംദുലില്ലാ. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ വർത്താനം പറയാ, നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. വല്ലാത്ത സന്തോഷം, വല്ലാത്തൊരു ഫീൽ, വല്ലാത്തൊരു ആ തൃപ്തി മുഖത്ത് കാണാം. എല്ലാവരുടെയും മുഖത്ത് ആ തൃപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ വെറുതെ ചിരിക്കുകയാണെന്ന് അറിയാൻ വയ്യ. എന്നാലും ഞാൻ നോക്കുമ്പോൾ ആ തൃപ്തി ഉണ്ടാക്കണമല്ലോ. അങ്ങനെ എല്ലാവരും തൃപ്തി ഉണ്ട് ഇപ്പൊ തൽക്കാലം. അള്ളാഹു കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. 2, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ജാറു സ്വാലിഹു, നല്ല അയൽവാസി. മാഷാ അല്ലാഹ്, നല്ല അയൽവാസി. അടുത്ത് താമസിക്കുന്നുണ്ട്, വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, സുഖമാണോ, എന്തൊക്കെ വിശേഷം, അങ്ങനെ രാവിലെ മീൻ കിട്ടിയായിരുന്നോ, ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നല്ലേ, നല്ല മണമൊക്കെ ഇങ്ങോട്ട് അടിക്കണല്ലോ, ഇങ്ങനെ പറഞ്ഞില്ലേ, കുറച്ച് പത്തിരി ഉണ്ടാക്കി കുറച്ച് തരട്ടെ. അങ്ങനെ ഒരു നല്ല അയൽവാസം. അവര് വിജയിച്ചു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ശരി, പാടാണ് കുഞ്ഞിപ്പള്ളിയിൽ, എന്നാലും കുഴപ്പമില്ല, ഉള്ളതിനെ നല്ലതാക്കിക്കോളി. തൽക്കാലം വാഴ തീരുന്നത് വരെയെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അറിയാം. 3, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വൽ മർകബുൽ ഹനി, മനോഹരമായി അവന് ജീവിതത്തിൽ ചേർന്ന ഒരു വാഹനം. കാർ ഷെഡിൽ ഇടാൻ വേണ്ടി മാത്രം പഴയ ബെൻസ് വാങ്ങി ഇടുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. കുഞ്ഞിപ്പള്ളിയിലും മാഹിയിലൊക്കെ ചില ആളുകൾക്ക് ഇച്ചിരി പണത്തിന്റെ പവറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പഴയ വണ്ടി കാർ ഷെഡിൽ കിടക്കിടറേ എന്ന് ചിലപ്പോൾ തീരുമാനിക്കും. അതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അവര് വിജയിച്ചു നല്ല പറഞ്ഞത്. മാന്യമായി നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ യാത്രകൾക്ക് സൗകര്യപ്രദമായ ഒരു വാഹനം, ചുരുക്കി പറഞ്ഞാൽ വഴിയിൽ കിടക്കാത്ത വാഹനം എന്നാണ് അർത്ഥം. അപ്പൊ മാന്യമായ ഒരു വാഹനം ഒരാൾക്ക് നല്ലതാണ്. ഇത് 3 പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4ാമത് പറഞ്ഞു വൽ മസ്കനുൽ വാസിഉ, അവന് വിശാലമായി താമസിക്കാൻ പറ്റുന്ന, അവന്റെ കുടുംബത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലമായ ഒരു വീട്. ഈ 4 കാര്യം ഉണ്ടെങ്കിൽ ഭൗതിക ലോകത്ത് അവന്റെ കാര്യം വിജയിച്ചു എന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇത് പുന്നാര ഹബീബ് തമാശ പറഞ്ഞതോ കളിക്കു പറഞ്ഞതോ അല്ല, അത്ര അർത്ഥവത്തായ വാക്കുകളാണ്. നമ്മൾ ഓർത്തു നോക്കി, ഈ 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവനെന്തിനു പേടിക്കണം? അവന് ഫിത്നയും പ്രശ്നങ്ങളും ഇല്ല. എന്തുകൊണ്ട്? നല്ല അയൽവാസിയാണ്. അവന്റെ സമയം നഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? നല്ല വണ്ടി എന്റെ കയ്യിലുണ്ട്. അവന്റെ ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട. എന്തുകൊണ്ട്? അവൻ അള്ളാഹു കൊടുത്തിരിക്കുന്നത് സുന്ദരിയായ സ്വാലിഹത്തായ ഭാര്യയാണ്. വിപത്തുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ലേക്ക, ഞാനില്ലേ എന്നവള് പറഞ്ഞ് സമാധാനിപ്പിക്കും. താമസിക്കാൻ നല്ലൊരു വീട്, ഒന്നും പേടിക്കണ്ട. ഈ 4 കാര്യം ഉണ്ടെങ്കിൽ വിജയിച്ചു എന്ന്. ഈ വിശാലമായ വീട് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് ഈ പറയാൻ പോകുന്നത്. വിശാലമായ വീട് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത് എന്താ? 5000 സ്ക്വയർ ഫീറ്റ് വീണമെന്നല്ല. വിശാലമായ വീട് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത് 50,000 ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, പന്തലിടാൻ പറ്റുന്ന മുറ്റം വേണമെന്നല്ല. വിശാലമായ വീട് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത് വീടിനോടൊപ്പം മനസ്സുകൂടി വിശാലമാകണമെന്നാണ്. വീടിനോടൊപ്പം നിങ്ങളുടെ മനസ്സുകൂടി വിശാലമാകണമെന്നാണ്. ആരോടും വെറുപ്പില്ലാത്ത, ആരെയും സ്വീകരിക്കുന്ന, ആരെയും സ്നേഹിക്കുന്ന വിശാലമായ മനസ്സിന്റെ ഉടമ അല്ലാഹുവേ, അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ ബറക്കത്തും അനുഗ്രഹവും ഐശ്വര്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ടല്ലേ അറേബ്യൻ മണ്ണിന്റെ ചരിത്രം നമ്മൾ പരതുമ്പോ മഴ പെയ്യുമ്പോ ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്തിരുന്നു കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അലിയേ, കുടുംബജീവിതത്തിന്റെ നമ്മുടെ സന്തോഷത്തിന് പര്യവസാനം കുറിച്ചുകൊണ്ട് ഞാൻ മരണപ്പെടാൻ പോവുകയാണ്. എന്റെ വഫാത്തിന്റെ സമയമായിട്ടുണ്ട് അലിയേ. നമ്മുടെ പ്രിയ